മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ കൃപ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഈ ദിവസം കടന്നു വരട്ടെ. തിരുസഭ ഇന്ന് ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ എസ്തപ്പാനോസിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഈശോയോടുള്ള സ്നേഹത്താൽ ജ്വലിച്ചു നിന്ന അദ്ദേഹത്തെ ലോകം കല്ലെറിഞ്ഞ് കൊന്നു. എന്നാൽ ലോകം ഓർക്കുന്നത് കല്ലുകളെയല്ല, കല്ലുകളോട് ക്ഷമിച്ച ഹൃദയത്തെയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. എന്തുമാത്രം ക്ഷമിച്ചു എന്ന് ദൈവം നോക്കും. ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലായിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. വിവിധ സാഹചര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള നൊമ്പരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഏൽക്കാറുണ്ട്. ചില മുറിവുകൾ നമ്മുടെ ഹൃദയത്തിൽ ഏൽക്കാറുണ്ട്. മറ്റുള്ളവർ നമുക്കെതിരെ പറയാറുണ്ട്. പാപത്താൽ പല വിധത്തിൽ നമ്മളൊക്കെ മുറിവേൽപ്പിക്കപ്പെടാറുണ്ട്. മറ്റുള്ളവരാൽ വേദനിക്കപ്പെടാറുണ്ട് നമ്മുടെ ഓരോരുത്തരും. ആ നിമിഷങ്ങളിലെല്ലാം എന്തുമാത്രം ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു, എന്തുമാത്രം ക്ഷമിച്ച ഒരു ഹൃദയമാണ് നമുക്കുള്ളത്. ഇതാണ് ഈശോ നോക്കുന്നത്. ക്ഷമിച്ച ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ ദൈവം നിന്നെ ഓർക്കും, ലോകം നിന്നെ ഓർക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. എസ്തപ്പാനോസ് കല്ലുകളാൽ എറിയപ്പെട്ടു. എന്നാൽ ലോകം പിന്നീട് ഓർക്കുന്നത് എറിയപ്പെട്ട കല്ലുകളെയല്ല, അവൻ ക്ഷമിച്ച ഹൃദയത്തെയാണ്. എസ്തപ്പാനോസ് ലോകത്തിൻ്റെ കണക്കിൽ തോറ്റു, എന്നാൽ ദൈവത്തിൻ്റെ കണക്കിൽ അവൻ ജയിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും നമ്മളായിരിക്കുമ്പോൾ ക്ഷമിക്കുക എന്ന് പറയുന്നത് തോൽക്കുന്നതിന് തുല്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ നീ ജയിക്കും, സ്വർഗം നിനക്ക് നേടിത്തരാൻ അത് ഉപകരിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. കാരണം ക്ഷമിക്കുക എന്നത് ദൈവ സ്വഭാവമാണ്. ദൈവ സ്വഭാവമുള്ളവർക്കേ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ, ദൈവത്തിൻ്റെ കണക്കിൽപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ക്ഷമിക്കുന്ന സ്വഭാവമാണ് എന്ന് തിരിച്ചറിയുക. എസ്തപ്പാനോസ് തൻ്റെ നേരെ കല്ലുകൾ വന്നപ്പോൾ അവൻ കണ്ടത് കല്ലുകളെയല്ല, സ്വർഗം തുറക്കുന്നതും അവിടെ ഈശോ നിൽക്കുന്നതുമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിന് നേരെ മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മെ തള്ളിപ്പറയുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ, ഉപദ്രവിക്കുമ്പോൾ, ജീവിതത്തിലേക്ക് കഷ്ടപ്പാടുകളും സഹനങ്ങളും കടന്നു വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്കല്ല, അവർ നൽകുന്ന വേദനകളിലേക്കല്ല, നമ്മുടെ ജീവിതത്തിൽ ഏൽക്കേണ്ടി വരുന്ന സഹനങ്ങളിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. സ്വർഗത്തിലേക്ക് നോക്കണം. അവിടെ ഈശോ നിൽക്കുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോ നിൽക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ നിൽക്കുന്നത്. എസ്തപ്പാനോസ് തനിക്ക് നേരെ കല്ലുകൾ വന്നപ്പോൾ കല്ലുകളിലേക്ക് നോക്കാതെ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ അവൻ ഈശോ നിൽക്കുന്നതായിട്ട് കാണുകയാണ്. ഇതാണ് എസ്തപ്പാനോസിൻ്റെ മഹത്വം. ഈ മഹത്വം നമുക്ക് നേടിയെടുക്കാം. ഈശോയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് നമുക്ക് മാറാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൂടി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും അധ്വാനങ്ങളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ജീവിത വഴികളിൽ വിവിധ സാഹചര്യങ്ങളിൽ ആയിരിക്കുന്ന ഇവർ ക്ഷമിക്കുവാനുള്ള ഒരു നല്ല മനസ്സ് സ്വീകരിക്കുവാനുള്ള കൃപ നൽകണമേ. ഈശോയെ സ്വർഗത്തിലേക്ക് നോക്കാൻ, ഈശോയെ കാണാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാരത്തിൻ്റെ കെട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.